പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ തന്ത്രപ്രധാന യോഗം. പ്രതിരോധ മന്ത്രിയും സുരക്ഷാ ഉപദേഷ്ടാവും സംയുക്ത സേനാ മേധാവിയും യോഗത്തിൽ. अगले 25 वर्षों की समय सीमा तय की है. हमारे पास समय सीमित है, लक्ष्य बड़े हैं. തിരിച്ചടി ഉടനുണ്ടാകുമെന്ന സൂചന നൽകി പ്രധാനമന്ത്രി. ലക്ഷ്യം വലുത്, സമയം കുറവ്. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗം നാളെ. നയതന്ത്ര നീക്കങ്ങൾ സജീവമാക്കി ഇന്ത്യ. പെഹൽഗാമിലെ ഭീകരവാദികൾക്കായി തെരച്ചിൽ ഊർജിതം. അനന്ത്നാഗിലെ വനമേഖലയിൽ ഭീകരരുണ്ടെന്ന നിഗമനത്തിൽ സൈന്യം. പഹൽഗാം ആക്രമണ സമയത്തെ പുതിയ ദൃശ്യങ്ങൾ പുറത്ത്. സിപ്പ് ലൈൻ ഓപ്പറേറ്റർ NIA കസ്റ്റഡിയിൽ. മംഗളൂരുവിൽ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ച യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. പുലിപ്പല്ല് മാലയാക്കിയ കേസിൽ വേടന് ജാമ്യമില്ല. 2 ദിവസം വനംവകുപ്പ് കസ്റ്റഡിയിൽ. ചുമത്തിയത് മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ. വൈറ്റലയിലെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുക്കുന്നു. വേടന് പിന്തുണയുമായി യാക്കോബായ സഭാ മെത്രാൻ ഗീവർഗീസ് മാർ കൂറിലോസ്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യൽ തുടരുന്നു. സിനിമാ നിർമ്മാണ സഹായി ജോഷിയും ബിഗ് ബോസ് താരം ജിൻഡോയും എക്സൈസ് ഓഫീസിൽ. തസ്ലിമയെ അറിയാമെന്ന് ജോഷി. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ജിൻഡോ. ഷൈൻ ടോമിനും ശ്രീനാഥ് ഭാസിക്കും ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധമില്ലെന്ന് എക്സൈസ്. ഷാജി N കരുണിന് കലാകേരളത്തിന്റെ യാത്രാമൊഴി. ഔദ്യോഗിക ബഹുമതികളോടെ ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു. സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത പ്രമുഖരുടെ നീണ്ട നിര.